കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ജില്ലാ അസോസിയേഷൻ അംഗത്വമുള്ള 12 ക്ലബ്ബുകളിൽ നിന്നായി 550ഓളം കരാട്ടെ പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് പല പ്രാവശ്യവും അസോസിയേഷൻ പ്രതിനിധികളെ സമീപിച്ചെങ്കിലും ഇവരായിട്ട് യൂണിവേഴ്സിറ്റി ആൾക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അധികകാലം കരാട്ടയെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി തലത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കൂടി കരാട്ടെ ഒരു മത്സര ഇനമായി വരികയാണെങ്കിൽ സ്കൂളുകളിൽ നിന്നും വളർന്നു വരുന്ന കരാട്ടെ താരങ്ങൾക്ക് കോളേജുകളിലും തുടർന്ന് കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിലും കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ നേടുവാനും സർട്ടിഫിക്കറ്റ് നേടുവാനും ബേസ് മാർക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കാനും ഉതകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലാ കരാട്ടെ അസോസിയേഷനും സ്പോർട്സ് കരാട്ടെ അസോസിയേഷനും കേരള ഘടകവും സംയുക്തമായിക്കൊണ്ട് നടത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. KSKA പ്രസിഡന്റ് പ്രസന്നകുമാർ KS അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അച്യുതൻ മാസ്റ്റർ, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേഷ് ടി, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ ഡോക്ടർ രാമനാഥൻ K എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. KSKA ജനറൽ സെക്രട്ടറി KC സെബാസ്റ്റ്യൻ സ്വാഗതവും M ആനന്ദ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ ജിൻസ് മാത്യു, ട്രഷറർ മാത്യു തോമസ് എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് 1-2 സ്ഥാനം ലഭിക്കുന്നവർക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ അർഹത ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.